ഭാരതീയ തത്വചിന്ത പഠിക്കാത്തവരും മനസ്സിലാക്കാത്തവരുമാണ് മഹാഭൂരിപക്ഷം. ഭാഗ്യവശാൽ അതിൽ ഭൂരിപക്ഷം ഹിന്ദുക്കളാണ്. അത് ഭാഗ്യവശാലാണെന്നാണ് പറയുന്നത്, നിർഭാഗ്യം എന്ന് ഞാൻ പറയുന്നില്ല, പറയേണ്ട നിർഭാഗ്യം എന്ന വാക്കാണ്. പക്ഷെ ഭാഗ്യവശാൽ അവർ ഹിന്ദുക്കളാണ്. ഇതൊന്നും അവർ പഠിച്ചിട്ടില്ല, പഠിക്കാൻ അവർക്ക് താല്പര്യവുമില്ല, ആരും പഠിപ്പിക്കുന്നുമില്ല. എല്ലാവർക്കും താല്പര്യം മഹാഭാരതം വായിക്കുന്നവർക്ക് മഹാഭാരതം വായിച്ച് വയറ്റിപ്പിഴപ്പ്, പിന്നെ രാമായണം വായിക്കുന്നവർക്ക് രാമായണം വായിച്ചുള്ള വയറ്റിപ്പിഴപ്പ്, കിളിപ്പാട്ട്, ഭാഗവതം, സപ്താഹം, ഇങ്ങനെ മുഴുവൻ പേർക്കും ഇത് നിൽക്കുന്നപ്പോൾ അടിസ്ഥാനപരമായി ഭാരതത്തിന്റെ തത്വചിന്ത പ്രചരിപ്പിക്കാത്തതിന്റെ ദുരന്തങ്ങൾ വളരെ വലുതാണ്. അങ്ങനെ നിൽക്കുമ്പോഴാണ് അയ്യപ്പൻ ആരാണെന്നൊരു ചോദ്യമായിട്ട് ആളുകൾ വരുന്നത്. അയ്യപ്പന്റെ അവകാശി ആരാണ്? യഥാർത്ഥ അയ്യപ്പൻ ആരാണ്? മണികണ്ഠനാണോ? അയ്യപ്പനാണോ? ശാസ്താവാണോ? നൈഷ്ഠിക ബ്രഹ്മചാരിയാണോ? കല്യാണം കഴിച്ചിട്ടുണ്ടോ? ധ്യാനത്തിലിരിക്കുകയാണോ? ആരാണ് അയ്യപ്പൻ? ഇതൊരു വലിയ ചോദ്യമാണ്. ആരാണ് രാമൻ? രാമനുമായിട്ടുള്ള ബന്ധം എന്താണ്? നമ്മൾ ഇന്ത്യയിലെ ജനങ്ങൾ ലോകത്തുള്ള ഒരു ജനങ്ങളെ പോലെയുമല്ല. ഇതെല്ലാവരും കാണേണ്ടതാണ്. ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും പ്രത്യേകിച്ച് യുക്തിവാദികൾ കൃത്യം കാണേണ്ട ഒരു വീഡിയോ ആണിത്. യുക്തിവാദികളാണ് ഏറ്റവും കൂടുതൽ കാണേണ്ടത്. അതായത് ഇന്ത്യയിൽ മാത്രമേ അങ്ങനെ ഒരു ചിന്തയുള്ളൂ, ലോകത്തിടത്തുമില്ല. ലോകത്തെ എല്ലാ രാജ്യങ്ങളിലും യേശുവിനെ കിട്ടിയവർ യേശുവിന്റെ പിറകെ പോകുന്നു, നബിയെ കിട്ടിയവർ നബിയുടെ പിറകെ പോകുന്നു. അവർ അങ്ങനെ രണ്ട് മതക്കാർ. പിന്നെ വേറെ കുറെ സൂഫി സിദ്ധാന്തവും വേറെ കുറെ കുഞ്ഞു കുഞ്ഞു സിദ്ധാന്തങ്ങൾ. ഇന്ത്യയിൽ 3 തരത്തിലാണ് നമ്മൾ ഓരോ വിഷയത്തെയും കാണുന്നത്. 3 തരത്തിലാണ് കാണുന്നത്. അയ്യപ്പന്റെ വിഷയം എടുത്താലും രാമന്റെ വിഷയം എടുത്താൽ നമുക്ക് 2 വിഷയം മാത്രം എടുക്കാം, ബാക്കി ദൈവങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ. ഒന്ന് രാമൻ. ആരാണ് രാമൻ? 3 രീതിയിലാണ് കാണേണ്ടത്. 3 രീതിയിലാണ് ആളുകൾ കാണുന്നത്. ഒന്ന് ദൈവികമായ രീതിയിൽ, വളരെ ദൈവികമായിട്ടുള്ള രീതിയിൽ. 2 ആത്മീയമായിട്ടുള്ള രീതിയിൽ. 3 ഭൗതികമായ ഒരു രീതി, ഫിസിക്കൽ രീതിയാണ്. ചെറുപ്പക്കാരെല്ലാം ഇത് കേൾക്കണം കേട്ടോ. കേട്ടാൽ നിങ്ങൾക്ക് ചിന്താമണ്ഡലം തന്നെ മാറും. ആ ചിന്ത കുഴപ്പം വരുമെന്നല്ല, ചിന്ത മാറും. നമ്മുടെ ദൈവികം എന്ന് പറഞ്ഞാൽ എല്ലാം ദൈവത്തിൽ നിന്നുണ്ടായതാണ്, എല്ലാം ബ്രഹ്മത്തിൽ നിന്നുണ്ടായതാണ്. അതുകൊണ്ട് ഇവരെല്ലാം വിഗ്രഹവും എല്ലാം ദൈവമാണ്. നമുക്ക് രാമനും കൃഷ്ണനും അയ്യപ്പനും എല്ലാം ദൈവമാണ്. വേറെ രണ്ടാമതൊരു ചോദ്യം, അങ്ങനെ ചിന്തിക്കുന്ന ഒരു വിഭാഗം ആളുകൾ. രണ്ടാമതൊരു വിഭാഗം ആളുകളുണ്ട് ആത്മീയമായി ചിന്തിക്കുന്നവർ, സ്പിരിച്വലായി ചിന്തിക്കുന്നവരാണ്. മൂന്നാമതൊരു വിഭാഗം ആളുകളുണ്ട് ഭൗതികമായി ചിന്തിക്കുന്നവരാണ്. ഭൗതികമായി ചിന്തിക്കുന്നവർക്ക് അയ്യപ്പൻ പന്തളം കൊട്ടാരത്തിൽ ജീവിച്ചിരുന്നു, പന്തളം കൊട്ടാരവുമായി ഭയങ്കര ബന്ധമുണ്ട്. ഭൗതികമായി ചിന്തിക്കുന്നവർക്ക് രാമൻ അയോധ്യയിലുണ്ട്, ദശരഥനുണ്ട്, കൈകേയിയുണ്ട്, കൗസല്യയുണ്ട്, സുമിത്രയുണ്ട്. ആ രാമന് ലക്ഷ്മണനുണ്ട്, ഭരതനുണ്ട്, ശത്രുഘ്നനുണ്ട്, സഹോദരങ്ങളായിട്ട്. ഇത് ഭൗതികമായ ചിന്തയാണ്. ഇതിൽ വരുന്ന ആത്മീയ ചിന്ത എന്താണ്? ആത്മീയ ചിന്ത എന്ന് പറഞ്ഞാൽ ദശരഥൻ 10 ദശം, 5 കർമ്മേന്ദ്രിയങ്ങളും 5 ജ്ഞാനേന്ദ്രിയങ്ങളും ചേർന്ന ശരീരമാണ് ദശരഥൻ. 5 കർമ്മേന്ദ്രിയങ്ങൾ, മൂക്ക്, നാക്ക്, ത്വക്ക് എന്നൊക്കെ പറയുന്ന 5 കർമ്മേന്ദ്രിയങ്ങൾ, പിന്നെ ജ്ഞാനേന്ദ്രിയങ്ങൾ 5 ഇവ ചേരുന്നതാണ് ആര്? ദശരഥൻ. അപ്പോ കൈകേയി എന്നൊക്കെ പറയുന്നത് ആരാ? ഈ കൈകേയി, സുമിത്ര, കൗസല്യ എന്നൊക്കെ പറയുന്ന ആരാ? ജ്ഞാനം, ക്രിയാശക്തി. ഇത് 3 അപ്പൊ പിന്നെ ഭരതനും ശത്രുഘ്നും ഒക്കെ ആരാ? അങ്ങനെ 4 പേരുണ്ടല്ലോ. ഭരതൻ, ശത്രുഘ്നൻ, ലക്ഷ്മണൻ എന്ന് പറഞ്ഞ് 3 ഉണ്ടല്ലോ. അവർ 4 മക്കൾ, രാമന്റെ മക്കളും ഉണ്ടല്ലോ. അല്ല, ഭരതന്റെ മക്കളുണ്ട്, സോറി, ദശരഥന്റെ മക്കളുണ്ടല്ലോ. രാമനും ഭരതൻ, ലക്ഷ്മണൻ, ശത്രുഘ്നൻ എന്നൊക്കെ പറയുന്നവർ വിശ്വവും തേജസ്സും പ്രാജ്ഞയും തുര്യനുമാണ് ആത്മീയക്കാർക്ക്. അപ്പൊ 4 അപ്പൊ ഇങ്ങനെ ഏത് വിഷയത്തെയും 3 സ്ട്രീമിലാണ് ആളുകൾ കാണുന്നത്. ഒന്ന് ദൈവികമായ ഒരു സ്ട്രീമിൽ ആളുകൾ കാണും, 2 ആത്മീയമായ സ്ട്രീമിൽ കാണും, 3 എന്ന് പറയുന്നത് പിന്നെ ഞാൻ ഈ പറഞ്ഞ ഭൗതികമായ സ്ട്രീമിൽ കാണും. ഈ ആത്മീയമായ സ്ട്രീമിൽ കാണുന്നവർ വേറൊരു കാര്യം കൂടെ കാണും, എല്ലാം യോഗശാസ്ത്രവുമായി ബന്ധപ്പെടുത്തി കാണും. വേദങ്ങൾ ഉണ്ടാകുന്നതിന് എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇവിടെ യോഗശാസ്ത്രം ഉണ്ടായിരുന്നു. അപ്പൊ ഇന്ത്യൻ ജനത, ഇന്ത്യൻ സനാതന ധർമ്മത്തെ, ഇന്ത്യയുടെ ആത്മീയതയെ, അത് അയ്യപ്പനെ എടുത്താലും അല്ലെങ്കിൽ പിന്നെ നിങ്ങളുടെ നമ്മുടെ രാമനെ എടുത്താലും ഇങ്ങനെയാണ് ആളുകൾ ചിന്തിക്കുന്നത്. 4 ചിന്തയും ശരിയാണ്. അങ്ങനെ പറയുമ്പോൾ യോഗാശാസ്ത്രത്തിലുള്ളവർ പറയും അയ്യപ്പൻ യോഗിയാണ്, പട്ടാസനത്തിൽ ഇരിക്കുന്നു, യോഗിയാണ്. ശരിയാണ്.
ദൈവത്തിന് ചിന്തക്കാർ പറയും മഹാവിഷ്ണുവിന്റെ പിന്നെ മോഹിനിയുമായിട്ടുള്ള ബന്ധപ്പെട്ട കഥകളൊക്കെ പറഞ്ഞ് ശിവനും പാർവതിയായിട്ടൊക്കെ ബന്ധപ്പെടുത്തി മഹാവിഷ്ണുവിന്റെ അവതാരമാണ് അയ്യപ്പൻ. ശരിയാണ്. വേറെ കുറച്ച് പേര് പറയും പന്തളം രാജകൊട്ടാരത്തിലെ മണികണ്ഠനാണ്. ശരിയാണ്. 4 ചിന്താധാരയാണെന്നേ. ഇവർ നമ്മൾ കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കണം എന്തിനെന്നേ? ഇവർ നമ്മൾ സംഘർഷം എന്തിനാണ്? മഹാവിഷ്ണുവിന്റെ അവതാരമാണ് അയ്യപ്പനെന്നോ മണികണ്ഠനെന്നോ വിശ്വസിക്കുന്നവർ അങ്ങനെ വിശ്വസിച്ച് പൊക്കോളൂ, പ്രാർത്ഥിച്ചോളൂ. ഇനിയല്ല ആത്മീയ തലത്തിലുള്ള രീതിയിൽ വന്ന കാര്യമാണ് അയ്യപ്പൻ എന്നുള്ള തലത്തിലും രാമനെ ഇങ്ങനെ ചിന്തിക്കുകയും അയ്യപ്പനെ തത്വമസി വെച്ച് ചിന്തിക്കുന്നവരുണ്ട്. ആത്മീയ തലത്തിൽ ചിന്തിക്കുമ്പോൾ എന്താണ്? മൂലാധാരം മുതൽ പിന്നെ സഹസ്രാബ്ദം വരെയുള്ള അങ്ങനെയുള്ള ശരീരത്തിന്റെ യോഗ പട്ടാസനവും യോഗയുമായിട്ടൊക്കെ ചിന്തിച്ച് ആത്മീയമായി ചിന്തിച്ചോളൂ അയ്യപ്പനെ, ഒരു തർക്കമില്ല. ഇനി ഭൗതികമായി ചിന്തിച്ചോളൂ അയ്യപ്പൻ പന്തള രാജകുമാരൻ കൊട്ടാരത്തിൽ പോയതും അമ്മയ്ക്ക് പുലിപ്പാല് കൊണ്ട് കൊടുത്തതും അവിടുത്തെ കഥകളുമായി ബന്ധിച്ചോളൂ. ഈ 3 സ്ട്രീമാണുള്ളത്. പക്ഷെ നിർഭാഗ്യവശാൽ ഭൗതികവാദികളുടെ സ്ട്രീമിൽ നിന്ന് ചോദിക്കുകയും ആത്മീയ ചിന്തയിലേക്ക് വരാതിരിക്കുകയും ദൈവിക ചിന്തയിൽ വരാതിരിക്കുകയും ചെയ്തുകൊണ്ട് തർക്കിക്കും. ആത്മീയ ചിന്തയിൽ നിൽക്കുന്നവർ മറ്റു 2 ചിന്തയിലേക്ക് വരാതെയും തർക്കിക്കും. ദൈവിക ചിന്തയിൽ നിൽക്കുന്നവർ ഇതെല്ലാം ദൈവകോപമാണെന്ന് പറഞ്ഞുകൊണ്ട് ബഹളമുണ്ടാക്കും. അപ്പോൾ യഥാർത്ഥത്തിൽ അയ്യപ്പന്റെയും രാമന്റെയൊക്കെ അവകാശികൾ എന്ന് പറയുന്നത് ഈ 4 കൂട്ടരുമുണ്ട്. ഇന്ത്യൻ തത്വചിന്തയിൽ മാത്രമേ ഇങ്ങനെ ഉള്ളൂ. അതാണ് ഇന്നലെ നമ്മൾ ചെയ്ത വീഡിയോയിൽ പറഞ്ഞത്. ഭഗവാൻ കൃഷ്ണൻ പറഞ്ഞതായിട്ടൊക്കെ ഇന്നലെ പറഞ്ഞല്ലോ, വേറെ വീഡിയോയിൽ പറഞ്ഞല്ലോ അർജുനനോട്, അർജുന ഞാൻ ഇതൊക്കെ നിനക്ക് പറഞ്ഞു തരികയാണ്, പക്ഷെ നിനക്ക് ഇതൊക്കെ നിരീക്ഷിക്കാം, ഇഷ്ടമുള്ളത് എടുക്കാം, ഇഷ്ടമുള്ളത് എടുക്കാതിരിക്കാം എന്ന് പറയുന്നതിന്റെ തത്വം ഇതാണ്. അപ്പൊ കൃഷ്ണൻ ജീവിച്ചിരുന്നോ? ഭൗതികക്കാർക്ക് ജീവിച്ചിരുന്നു എന്ന് വേണം, അങ്ങനെ പറഞ്ഞാലേ അവർ വിശ്വസിക്കുള്ളൂ. ആത്മീയക്കാരെ സംബന്ധിച്ചിടത്തോളം കൃഷ്ണൻ എന്ന് പറയുന്ന വേറൊരു അവതാരമാണ്. ദൈവികക്കാരെ സംബന്ധിച്ചിടത്തോളം കൃഷ്ണൻ മഹാവിഷ്ണുവിന്റെ അവതാരമായിട്ടുള്ള വരുന്ന ആളാണ്, 10 അവതാരങ്ങളിൽ കയറി വരുന്നതാണ്. അപ്പൊ ഇങ്ങനെ 3 ടൈപ്പിൽ, പിന്നെ യോഗ 4 ടൈപ്പിൽ നമുക്ക് സ്പിരിച്വാലിറ്റി, ഇന്ത്യൻ സനാതന ധർമ്മത്തെയും ഇന്ത്യ ആത്മീയതയും ചിന്തിക്കാം. അതുകൊണ്ട് 4 കൂട്ടരും ബഹളം ഉണ്ടാക്കേണ്ട കാര്യമില്ല. ഒന്ന് ഞാൻ ഈ പറഞ്ഞതുപോലെ ഐതിഹ്യവും വിശ്വാസമുണ്ട്, ഐതിഹ്യമുണ്ട്, ചരിത്രമുണ്ട്, ദൈവികമുണ്ട്. അത് ദൈവികമുണ്ട്, ആത്മീയമുണ്ട്, ഭൗതികമുണ്ട്. ഇങ്ങനെ വ്യത്യസ്ത തലങ്ങളും വ്യത്യസ്ത ചിന്താധാരകളുമാണ് ഉള്ളത്. കമ്മ്യൂണിസം, മാർക്സിസം, ലെനിനിസം എന്നൊക്കെ പറയും പോലെ, മാവോയിസം എന്നൊക്കെ പറയും പോലെ ഹിന്ദു സമാജത്തിൽ, ഹിന്ദു ആചാരത്തിൽ, സനാതന ധർമ്മത്തിൽ ഈ 4 കൈവഴികളുണ്ട്. 4 കൈവഴികൾക്കും പ്രചാരകരുണ്ട്. 4 കൈവഴികളിലും ചിന്തിക്കുന്നവരുണ്ട്. 4 കൈവഴികൾക്ക് വേണ്ടി വാദിക്കുന്നവരുണ്ട്, വഴക്കുണ്ടാക്കുന്നവരുണ്ട്, വാഗ്വാദത്തിൽ ഏർപ്പെടുന്നവരുണ്ട്, തർക്കിക്കുന്നവരുണ്ട്, തല്ലുകൂടുന്നവരുണ്ട്. എന്തിന്? നിങ്ങൾ 4 സ്ട്രീമിൽ വിശ്വസിച്ചോളൂ. വെജിറ്റേറിയൻകാരുണ്ട്, നോൺ വെജിറ്റേറിയൻകാരുണ്ട്. നോൺ വെജിറ്റേറിയനിൽ ബീഫ് കഴിക്കാത്തവരുണ്ട്, അങ്ങനെയുള്ളവരുമുണ്ട്, മുട്ട കഴിക്കാത്തവരുണ്ട്. ഇങ്ങനെ ഉണ്ടല്ലോ മനുഷ്യർ, ഈ വൈവിധ്യമുണ്ട്. അപ്പോൾ ഞാൻ വീണ്ടും പറഞ്ഞ പോലെ 4 ചിന്താധാരയാണ് ഭാരതത്തിൽ തത്വചിന്ത. ഒന്ന്, ഏത് ദൈവത്തെയും, ഏത് ഭഗവാനെയും, ഏത് അവതാരത്തെയും ദൈവികമായി മാത്രം കാണുന്ന മഹാവിഷ്ണു മഹേശ്വര സങ്കല്പത്തിൽ, ശിവ വിഷ്ണു മഹേശ്വര ത്രിമൂർത്തി സമ്പ്രദായത്തിൽ വിശ്വസിക്കുന്ന എല്ലാം ദൈവികമായി ബ്രഹ്മവുമായി കണക്ട് ചെയ്യുന്ന ഒരു ചിന്ത. 2, ആത്മീയമായി ഞാൻ നേരത്തെ പറഞ്ഞൊരു ചിന്ത. രാമന്റെ കഥയൊക്കെ ഞാൻ പറഞ്ഞല്ലോ, കൈകേയിയുടെ കഥയൊക്കെ പറഞ്ഞു. അതുപോലെ തന്നെ ഭൗതികമായി ചിന്തിക്കുന്ന ഒരു ചിന്ത, യോഗാസനത്തിന്റെ ഭാഗമായി യോഗയിലൂടെ ചിന്തിക്കുന്ന ഒരു ചിന്ത. ഇതിലേതും എല്ലാം ശരിയാണ്. ആർക്ക്? അവരവർക്ക്. എല്ലാം ശരിയാണ് അവരവർക്ക്. ആത്യന്തികമ ശരി അതാണ്. അങ്ങനെ ഒരു ശരിയില്ല, അത് അന്വേഷിച്ചോളൂ എന്നാണ് കൃഷ്ണൻ അർജുനനോട് പറഞ്ഞത്. നമുക്കും പറയാനുള്ളത്, നിങ്ങൾ അന്വേഷിച്ചോളൂ.